എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പാൽക്കപ്പ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും അത് സാധിക്കും. അപ്പോൾ പാൽക്കപ്പ റെഡിയാക്കാനെക്കൊണ്ട് ഒത്തിരി താമസമില്ല. ബീഫ് കറിക്കാണല്ലോ താമസം. അപ്പോൾ ആദ്യം ബീഫ് അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ബീഫ് അങ്ങ് കഴുകി വൃത്തിയാക്കി. അപ്പോൾ ഞാൻ ബീഫും കൊണ്ട് മുറ്റത്ത് വന്നപ്പോഴേ ഇവിടെ 2 കാവൽക്കാരുണ്ട് കേട്ടോ. അവർക്കറിയാം എന്തെങ്കിലും അവർക്ക് കൂടെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ ബീഫൊക്കെ കഴുകിയെടുത്തു. ഇന്ന് രാവിലെ മഴയായിരുന്നെങ്കിലും പിന്നെ നല്ല വെട്ടം ഉണ്ടായിരുന്നു. കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനൊരു വെയിൽ കാണുന്നത്. ഞാൻ കുറേ തുണിയൊക്കെ പറക്കി എല്ലാ അയകളിലും കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യാതിരിക്കട്ടെ. അപ്പോഴത്തേക്ക് ബീഫൊക്കെ കഴുകി ഇങ്ങ് അടുക്കളയിൽ കൊണ്ടുവന്നേ. അപ്പോൾ ആദ്യം ബീഫ് കറി അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് പൊടികളെല്ലാം ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കി തിരുമ്മി വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു കുക്കർ വെച്ച് എണ്ണ ഒഴിച്ച് നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിലോട്ടാക്കി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അങ്ങ് അടച്ചു വെച്ചു. ഇനി ഈ ബീഫ് ഒന്ന് വേവുന്ന സമയം കൊണ്ട് എനിക്ക് വേറെ കുറേ ജോലികളുണ്ട്, അതൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ പൊളിക്കാനുള്ള ചീനിയും ഉള്ളിയും എല്ലാം എടുത്തുകൊണ്ട് അങ്ങ് സിറ്റൗട്ട് തന്നെ. ഇവിടെ ആകുമ്പം റോഡിൽ കൂടെ പോകുന്ന മനുഷ്യരെയൊക്കെ കണ്ട് ഈ ജോലി അങ്ങ് നടക്കുമല്ലോ. ഞങ്ങളെപ്പോഴും ഇങ്ങനെ കേട്ടോ. നാത്തൂനൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരും താഴെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ അപ്പച്ചിയൊക്കെ ഇവിടെ സിറ്റൗട്ടിൽ വന്നിരിക്കും. ഞങ്ങളെല്ലാവരും കൂടെ അരിയാനൊക്കെ ഉള്ളത് അരിഞ്ഞും കാര്യം പറഞ്ഞൊക്കെ ഞങ്ങളുടെ സമയം അങ്ങ് പോവേ. അപ്പോൾ ഉള്ളിയൊക്കെ പൊളിച്ചുകൊണ്ടിരുന്നപ്പോൾ തെക്കേ വീട്ടിലെ കിങ്ങിണി റംബൂട്ടാൻ കൊണ്ടു തന്നേ. നല്ല മധുരമുള്ള റംബൂട്ടായിരുന്നു. അത് കിട്ടിയ പാടെ ഞാൻ 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് റംബൂട്ടാനൊക്കെ ഒന്ന് കഴിച്ച് നോക്കി. പിന്നെ തുമ്പിക്കുള്ളതങ്ങ് മാറ്റി വെച്ചു. വേദുവിനും കൊടുത്തു വിട്ടു. ഇനി അത് കഴിഞ്ഞിട്ട് ഉള്ളിയൊക്കെ പൊളിച്ച് വരുന്നതേ ഉള്ളായിരുന്നു. മീനാക്ഷി സഹായിക്കാമെന്ന് പറഞ്ഞ് കൂടെ വന്നിരുന്നു. കുറച്ചൊന്ന് പൊളിച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ കൈ മുറിഞ്ഞുകൊണ്ട് സാറിൻ്റെ പണി അങ്ങ് നിർത്തി. അപ്പോൾ ചീനി ഉള്ളിയൊക്കെ പൊളിച്ചിട്ട് അവിടെ തന്നെ പൈപ്പിലോട്ടങ്ങ് കൈയോടെ കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇരുന്ന് അരിഞ്ഞിട്ട് അതും കൊണ്ട് അങ്ങ് അടുക്കളയിൽ പോയാൽ മതിയല്ലോ. അങ്ങനെ ചീനിയൊക്കെ കഴുകിയെടുത്ത് കൊച്ചുള്ളിയും കഴുകിയെടുത്തേ. അങ്ങനെ ചീനിയും കൊച്ചുള്ളിയും എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയപ്പോഴത്തേക്കും ബീഫ് അങ്ങ് വെന്തായിരുന്നു കേട്ടോ. കുക്കർ ഈ പരുവത്തിലും എത്തി. പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീനി ഒന്നും കൂടെ ചീനിയൊക്കെ കഴുകി അതും കൂടെ അങ്ങ് ഗ്യാസിലോട്ടാക്കി. അപ്പോൾ ഈ കാണുന്ന ഇത്രയും ചീനി എനിക്ക് പാൽക്കപ്പ ഉണ്ടാക്കാനല്ല. കാരണം ഇത്രയും ചീനി പാൽക്കപ്പ ഉണ്ടാക്കണം എത്ര തേങ്ങ വേണം? കുറച്ചേ ഉണ്ടാക്കുന്നുള്ളേ. ഇടയ്ക്ക് ഞാൻ എൻ്റെ ബീഫ് കറി അങ്ങ് റെഡിയാക്കിയായിരുന്നേ. ബീഫ് കറിക്കാണല്ലോ താമസം. അപ്പോൾ ആ പണി കഴിഞ്ഞപ്പോൾ ഇനി നമ്മുടെ പാൽക്കപ്പയിലോട്ട് കിടക്കാം. ആദ്യം കൊച്ചുള്ളിയും പച്ചമുളകും ചതച്ചങ്ങെടുത്തു. സത്യം പറഞ്ഞാൽ കാന്താരി മതിയായിരുന്നു, അത് ഓർത്തില്ല. വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിൽ നിന്ന് പാൽക്കപ്പയ്ക്ക് മാത്രമുള്ള കപ്പ ഒരു കുഞ്ഞു പാത്രത്തിലോട്ടാക്കി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും ചേർത്തു. അല്പം ഉപ്പിട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന 2ാം പാൽ ഈ ചീനിയിലോട്ടങ്ങ് ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചേ. ആ സമയം കൊണ്ട് എൻ്റെ ചീനിയും കൂടെ ഒന്ന് ഇളക്കിയെടുത്തു. ഈ പാൽക്കപ്പ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ചീനിയും കൂടെ ഒന്ന് റെഡിയാക്കിയായിരുന്നേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പാൽക്കപ്പയിൽ ഒരു ചെറിയ തിളയൊക്കെ വന്നായിരുന്നു. അപ്പോഴത്തേക്കും റെഡിയാക്കി വെച്ചിരിക്കുന്ന 1ാം പാലും കൂടെ അങ്ങ് ചേർത്തു. അപ്പോൾ എനിക്ക് തോന്നി ഒരു ഇച്ചിരി ലൂസായി പോയെന്നേ. കാരണം റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇനി വേറൊന്നിനും ചേർക്കാനും ഞാനിവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങ് ചേർത്ത് കളയാതെ എന്നിട്ട് അതിലേക്ക് കടുകും കൂടെ വറുത്ത് ചേർത്തേ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോയ്ക്കകത്ത് അവർ പറയുന്നുണ്ടായിരുന്നു, അഥവാ ഇച്ചിരി ലൂസാണെങ്കിലും പേടിക്കാനില്ല, കപ്പയായതുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പം അത് നന്നായിട്ടങ്ങ് കുറുകി വരുമെന്ന് പറഞ്ഞു. ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ കടുവൊക്കെ വറുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തേ. എന്നിട്ട് കുറേ സമയത്തേക്ക് ഒന്ന് തണുക്കാനായിട്ടങ്ങ് വെച്ചു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പാൽക്കപ്പ കഴിക്കാൻ പോവുകയാണേ. എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് പറയാവേ. ഒരു കാര്യം കൂടെ, എനിക്കാണെങ്കിൽ ബീഫ് കറി അലർജി ആണെന്ന് ഞാൻ നേരത്തെയുള്ള ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരു ഇച്ചിരി മത്തിക്കറി റെഡിയാക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ പാൽക്കപ്പയുടെ കൂടെ എന്തെങ്കിലും കറി ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മുളകിട്ട് കറി വെച്ചു. അപ്പോൾ മീനാക്ഷി വന്നപ്പം മീനാക്ഷിക്ക് പാൽക്കപ്പയും ബീഫ് കറിയും കൂടെ കൊടുത്തേ. മീനാക്ഷിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സൂപ്പറാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു പ്ലേറ്റിലോട്ട് പാൽക്കപ്പ എടുത്തു, നല്ല ചൂട് മീൻ കറി എടുത്ത് കഴിച്ച് നോക്കുവാണെങ്കിൽ സത്യം പറയാലോ സൂപ്പറായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് നാൾ കാത്തിരുന്ന് പാൽക്കപ്പ കഴിച്ചു. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ കാണാവേ.